ഇനി മരുമക്കത്തായം എന്നുള്ള പുസ്തകത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡെഫിനേഷൻ കണ്ടു, കുലം എന്നുള്ളതിന്. അതൊന്ന് അതിൽ വെച്ചാൽ രക്തബന്ധം ഉള്ളവരും ആ ബന്ധം മറന്നുപോയവരും എന്നൊരു ഇത് കണ്ടു. അത് പഴയ നമ്മൾ ഗോത്രം എന്നുള്ള കൺസെപ്റ്റും അതും കുലം എന്നുള്ള കൺസെപ്റ്റും ശരി തന്നെയാണ്. ഒന്നും ഈ ആദ്യം ഒരു തറവാട് താവഴികളായിട്ട് പിരിയുക, ഓരോ താവഴിയും പിന്നെ ഒരു തറവാടാവുക. ഇപ്പം മൂല തറവാടുകളെല്ലാം കുറേ ഒന്നിച്ച് ചേർന്ന് പലബന്ധമുള്ളവരെന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാവും അവർ തമ്മിൽ വിവാഹമൊന്നുമില്ല. അപ്പം അവരൊക്കെ കൂടിയിട്ട് ഒരു കുലം, പലബന്ധം മാത്രമുള്ളവരെ ഒരു കുലത്തിൽപ്പെടും. പലബന്ധം കാരണം വിവാഹത്തിൽ ഏർപ്പെടാത്തവർ, അവരാണ് കുലം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വാസ്തവത്തിൽ സംസ്കൃതക്കാരുടെ ഗോത്രവും. ഒരേ ഗോത്രത്തിലുള്ളവർ വിവാഹം പാടില്ല എന്നാണല്ലോ. അപ്പോൾ അതൊക്കെ വളരെ പഴയ ആയിട്ട് ഗോത്രക്കാർ വിവാഹം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് എന്താ എതിർപ്പപ്പോഴും. ഇങ്ങനെ ഗോത്രത്തിൽ സഹോഗോത്രം വിവാഹം ചെയ്തവരെ കൊല്ലുക. ഇപ്പോൾ കുലം എന്നുള്ളത് മനസ്സിലായില്ലേ? അങ്ങനെ വലുതായി പോയിട്ട് കുലബന്ധമാവുക, കുലബന്ധം മാത്രമേ ഉള്ളൂ എന്നാവുക. ആ സ്റ്റേജ് ആകുമ്പോൾ ഒരു കുലം എന്ന് പറയും. ഈ മരുമക്കത്തായത്തിനെ പറ്റി ഒരു പുതിയ പുസ്തകം എഴുതണമെന്ന് തോന്നാൻ കാരണം വേറെ ആരും എഴുതിയിട്ടില്ല എന്നുള്ളത്. പുതിയ പുസ്തകമല്ല അത്, അതേ ഉള്ളൂ പുസ്തകം. അത് തന്നെ പറഞ്ഞത്, വേറെ ആരും എഴുതിയിട്ടില്ല. ആരെങ്കിലും ചെയ്യണ്ടേ? അത് തന്നെ എനിക്കും തോന്നിയത് ഓണത്തിനെ പറ്റി എഴുതണമെന്നും തോന്നാൻ കാരണം. ഇനിയൊരു ഈ മാട്രിലിനിയും മാട്രിയാർക്കിയും തമ്മിൽ ഉള്ള വ്യത്യാസം ഉണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. മാട്രിലിനി എന്ന് പറഞ്ഞാൽ അമ്മ വഴിക്കുള്ള ബന്ധം സ്ഥാപിക്കില്ലേക്കോ. നമ്മൾ അമ്മയുടെ ഫാമിലിയിൽ പെടുന്നല്ലേ അത് മാട്രിലിനി. മാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ, സ്ത്രീകളുടെ അധികാരം കുടുംബത്തിൽ. നമ്മുടെ കുടുംബത്തിലൊരു സ്ത്രീകളുടെ അധികാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പേരിന് മാത്രം വലിയമ്മ നമ്പരാനോ ആ സ്റ്റേജിലുള്ള വല്ലവരെയും വെച്ചായിരിക്കും. പക്ഷേ അധികാരം മുഴുവൻ അമ്മാമ്മമാരുടെ കയ്യിലായിരിക്കും മരുമക്കത്തായത്തിൽ. മലയാളത്തിൽ ഇതിന് രണ്ടിനും ഒന്ന് മാതൃദായം, മറ്റേ ദായം എന്ന് പറഞ്ഞാൽ മെട്രിലിനി. മെട്രിയാർക്കി എന്ന മാതൃ അധികാരം എന്ന് അങ്ങനെ ഒരു വാക്കുണ്ടോ? ഈ മാർക്സിന്റെ കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നത് മെട്രിയാർക്കിയാണ്. അമ്മമാരെ മാത്രമാണ് അധികാരം ഭരിച്ചിരുന്നതെന്ന്. അത് വെറും കൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു സ്റ്റേജേ ഉണ്ടായിട്ടില്ല എവിടെയും. എനിക്കറിയില്ല. ഒരു പരാമർശം ഇങ്ങനെ കണ്ടു, സാമൂഹിക പരിണാമങ്ങളുടെ വേരുകൾ ആന്ത്രപ്പോളജിയിലും ആർക്കിയോളജിയിലുമാണ് സെർച്ച് ചെയ്യേണ്ടത്. ആന്ത്രപ്പോളജിയിലാണ്. ആർക്കിയോളജിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പഴയ ഉപകരണങ്ങളുടെയൊക്കെ പഠനമില്ല. അതും മരുമക്കത്തായിട്ട് ബന്ധമില്ല. ആന്ത്രപ്പോളജി മരുമക്കത്തായം എന്നല്ല, സോഷ്യൽ ചേഞ്ചസ്, ജനറലി ഒരു സോഷ്യോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ബന്ധമില്ല. ആർക്കിയോളജിയായിട്ട് ബന്ധമില്ല. ആർക്കിയോളജിയായിട്ട് ബന്ധമില്ല. ആന്ത്രപ്പോളജിയാണ്. ആന്ത്രപ്പോളജി വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം അതില്ല. വടക്കൻ സമ്പ്രദായത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കുകയാണ്. അവിടെ അംഗത്വമില്ല, ഭാര്യയ്ക്ക് അംഗത്വമില്ല, മക്കൾക്കും അംഗത്വമില്ല. പക്ഷെ അവർ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചാൽ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. മക്കളും ഭാര്യയും എല്ലാവരും തിരിച്ചു പോകും. പിന്നെ അമ്മാമ്മ മാത്രം.
തെക്കൻ സമ്പ്രദായത്തിൽ എന്ന് വെച്ചാൽ അച്ഛന്മാർ ഭാര്യയുടെ ആരോഗ്യം പോയി ഒപ്പം പോയി താമസിക്കുകയാണ് സംബന്ധം പറയുക സമ്പ്രദായം. അത് തെക്കേ ഉള്ളൂ, വടക്കില്ല. ഈ തെക്കെന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് തെക്കാണ്? ഭാരതപ്പുഴയ്ക്ക് തെക്കാണോ? കോരപ്പുഴയ്ക്ക് തെക്ക്. കോരപ്പുഴ എന്ന് പറഞ്ഞില്ലേ, കോഴിക്കോട് അടുത്ത്. അവിടെ ആ ഭാഗത്ത് തെക്കൻ മലബാറിലായിരുന്നു ഈ സംബന്ധ വ്യവസ്ഥ ഏറ്റവും അധികം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറുകാർക്ക് പിന്നെ അത് കുറച്ച് വീക്കായി. ഒരു എന്താ പറയുക, മക്കത്തായത്തിൻ്റെ പ്രവണതകൾ കുറേ സ്വീകരിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കലൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല ഇപ്പോൾ വ്യത്യാസം. എവിടെ ഇപ്പോൾ ഫാമിലി എവിടെയാണെന്നുള്ളതാണ് വ്യത്യാസം. ഒന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ, മറ്റേത് ഭാര്യയുടെ വീട്ടിൽ. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ റീജിയണൽ ബേസ്ഡ് ആയിരുന്നു ഈ മരുമക്കത്തായം തമ്മിലുള്ള വ്യത്യാസം, അതോ സമുദായങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? റീജിയണൽ. ഇപ്പോൾ വടക്കെന്ന് പറഞ്ഞാൽ നായരായാലും തീയരായാലും ഒക്കെ ഇതേ സമ്പ്രദായം തന്നെയായിരുന്നു. അതുമാതിരി തന്നെ തെക്കായാലും ഈഴവരായാലും നായന്മാരായാലും സമ്പ്രദായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജാതി അനുസരിച്ചല്ല. പിന്നെ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയൊക്കെയാണ് ഈ മരുമക്കത്തായം? ഇന്ത്യയിലാണെങ്കിൽ മിസോറാം. അവിടെ എങ്ങനെയാ വെച്ചാൽ ഏറ്റവും ചെറിയ മകൾക്കാണ് എല്ലാം സ്വത്ത് കിട്ടുക, ബാക്കി ആർക്കും ഇല്ല. ആ ചെറിയ മകളുടെയും പിന്നെ സ്വത്ത് അവരുടെ ചെറിയ മകൾക്ക് കിട്ടും. മകള് അമ്മയെന്ന് മകൾക്കാണ്, അത് മാതൃതായാണ്. പക്ഷേ മരുമക്കത്തായല്ല. മരുമക്കത്തായെന്ന് പറഞ്ഞാൽ അമ്മാമ്മൻ്റെ പവറാണല്ലോ, അത് അവർക്കില്ല. പിന്നെ ഏതാണ്ട് നമ്മുടെ മാതിരിയുള്ളത് ഇന്തോനേഷ്യ, സുമാത്രയിൽ തീനങ്കപ്പവും മീനങ്കപ്പവും എന്ന് പറഞ്ഞൊരു സമുദായമുണ്ട്. മുസ്ലിങ്ങളാണ് ഇപ്പോൾ. പക്ഷേ ഏതാണ്ട് മരുമക്കത്തായം തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ നോർത്ത് അമേരിക്കൻ ഇന്ത്യൻസ് അവരുടെ ഇടയിലുണ്ടായിരുന്നു മെട്രീലിയൻ. ഈ മരുമക്കത്തായാണോ മക്കത്തായാണോ കൂടുതൽ എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ളത്? എന്താ അങ്ങനെ, അല്ലെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് മരുമക്കത്തായം വന്നു, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും? സ്വാഭാവികമായിട്ടുള്ളത് പുരുഷന്മാരും മക്കളെ നോക്കുന്നത് തന്നെയാണ്. പഴയ സൊസൈറ്റീസിലൊക്കെ അത് തന്നെയാണ് ധാരാളം കാണുന്നത്. അമ്മയുടെ ഫാമിലിയിലാണ് മക്കൾ പെടുക, എന്നാലും അച്ഛനാണ് ഫാമിലിയുടെ മേധാവി. അതിന് വ്യത്യാസമില്ല. പുരുഷ മേധാവിത്വത്തിന് വ്യത്യാസമില്ല. എവിടെ കുട്ടികളുടെ അംഗത്വം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ പുരുഷ മേധാവിത്വത്തിന് എവിടെയും വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞില്ലേ, മേട്രിയാർക്കി എന്ന് പറയുന്നത് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അതുകൊണ്ട് മക്കത്തായാണ് സ്വാഭാവികമായിട്ടുള്ളത് എന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയാം. അസ്വാഭാവികമായിട്ടുള്ളതാണ് മരുമക്കത്തായം. അതെങ്ങനെ ഇവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ചില ഗോത്രവർഗങ്ങളിൽ കാണുന്നുണ്ട്. കുറിച്യര്, കുണ്ടുവളിയ, അവർക്ക് ഗോത്രങ്ങൾ അവർക്കുണ്ട്. നമ്മുടെ മാതിരി തന്നെയെല്ലാം മരുമക്കത്തായം. അപ്പം ആക്സിഡൻ്റലായിട്ട് അവർ ഒരു വഴിക്ക് പോയി, രണ്ട് വഴിക്ക് പോയി എന്ന് വെച്ചാലും ഇന്നത്തെ ഇപ്പോൾ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ സ്ത്രീ വിമോചനം ആലോചിക്കുമ്പോൾ ഒരു മാതൃകായ ക്രമത്തിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, മാതൃകായ എന്നുള്ളത് ഒരിക്കലും ശരിയാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ആന്ത്രോപോളജി അനുസരിച്ച് ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല അമ്മയ്ക്ക് എല്ലാ അധികാരമുള്ളത്.
പുരുഷനാണ് അധികാരവും അമ്മയുടെ ഫാമിലിയിലാണ് പെടുക എന്നുള്ള ബോധവും രണ്ടും തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. മുമ്പത്തെ സമ്പ്രദായം അനുസരിച്ച് സ്വത്തുണ്ടല്ലോ, തറവാട് സ്വത്ത്, അത് ബാധിക്കില്ല. സ്ത്രീ വഴി ഉള്ള സന്താനങ്ങൾക്കെല്ലാം ആ സ്വത്തിൽ അവകാശമുണ്ട്. അതായിരുന്നു മരുമക്കത്തായത്തിൽ ഒരു കുടുംബം ഒന്നിച്ച് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം, തറവാട് സ്വത്ത്. പിന്നെ പുതിയ സമ്പ്രദായത്തിൽ തറവാട് സ്വത്ത് എന്നൊന്ന് ഭാഗിച്ചു പോയപ്പോൾ ആ ഒരു ബേസിസ് തീരെ ഇല്ലാണ്ടായി. അംഗങ്ങൾക്ക് തറവാട്ടിൽ സ്വത്ത് വന്നപ്പോൾ അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു തുടങ്ങി. തറവാട് സ്വത്ത് ഒന്നും ഇല്ലാണ്ടായി. പിന്നെ എന്താ കൂട്ടിപ്പിടിക്കാനുള്ളൊരു ഘടകം ഒന്നുമില്ല. എല്ലാവരും വേറെ വേറെ പോയി. പിന്നെ ഒരു മാനസികമായിട്ടൊരു തോന്നൽ മാത്രം, പഴയ തോന്നൽ, ഞാൻ അമ്മയുടെ കുടുംബത്തിലാണ്. അല്ലാണ്ട് അതിന് സ്വത്തിൻ്റെ സപ്പോർട്ടില്ല. ഓ, പഴയ കൂട്ടിവെച്ച സ്വത്തുണ്ടെങ്കിൽ ഉണ്ട്. അത് പറഞ്ഞ് നമ്മളെ കൂട്ടിവെച്ച സ്വത്താണല്ലോ അമ്മ വരാൻ കോടികളൊക്കെ. അതൊക്കെ ഉള്ളിടത്തോളം കാലം എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് പറയാം. അതും കൂടി ഇല്ലാണ്ടായാൽ പിന്നെ കഴിഞ്ഞു. ഒന്നുമില്ലേ? പിന്നെ മരുമക്കത്തായതിന് പ്രസക്തി ഇല്ല അല്ലേ? അത് നമ്മുടെ കുടുംബം പോലെ എത്ര കുടുംബത്തിനുണ്ടെങ്കിൽ പൊതു സ്വത്ത് മിക്ക കുടുംബങ്ങൾക്കും പൊതു സ്വത്തൊക്കെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മരുമക്കത്തായം വിധിയാനുള്ള കാരണം, ക്ഷയിക്കാനുള്ള കാര്യം. ഇനിയിപ്പോൾ കേരളത്തിലെ ഗോത്രങ്ങളുടെ ഇടയിൽ പലതരം ഈ ദായക്രമങ്ങളുണ്ട് എന്ന്, ഉഭയ ദായക്രമം, അങ്ങനെ 3-4 ദായക്രമം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇല്ലാത്തവരുണ്ട്. വെറുതെ ഒന്നിച്ച് താമസിക്കുക, വിട്ടു പോവുക, അച്ഛനും മകളും തമ്മിൽ തന്നെ സംബന്ധമൊക്കെ ആവാം. അങ്ങനെയൊക്കെയുള്ള അതിപ്രാകൃതമായിട്ടുള്ള സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ആളാർന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ മാതിരിയായിരുന്നു. ഒന്നുമില്ല. ആ ദായക്രമങ്ങളിലുള്ള വൈവിധ്യം ഇപ്പോഴും കേരളത്തിൽ കൂടുതലുണ്ടോ? എനിക്ക് തോന്നുന്നത് ലക്ഷദ്വീപിലാണ് ഏറ്റവും അധികം നിലനിൽക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ. അവർക്ക് ഇപ്പോഴും നമ്മുടെ പഴയ സംബന്ധ സമ്പ്രദായമൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ബേസിസ് എന്താ വെച്ചാൽ അവരെല്ലാം ചെറിയ വില്ലേജുകളാണല്ലോ. അവർക്ക് വലിയ രാജ്യവും കൺട്രിയോ ഒന്നുമില്ല. അപ്പോൾ ഒരു വില്ലേജിനകത്ത് അച്ഛനും അമ്മയും വേറെ വേറെ കുടുംബങ്ങളിൽപ്പെട്ടാലും അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കും, വേർപിരിയും, ആവശ്യമുള്ളപ്പോൾ വേർപിരിയും. അപ്പോൾ പഴയ സമ്പ്രദായം നിലനിർത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ സംബന്ധ സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നത്? പഴയ മാതിരിയുള്ള ഒരു വലിയ പാടത്തിൻ്റെ ചുറ്റും തറവാടുകൾ. ഒരു തറവാടിൽ നിന്ന് മറ്റേ തറവാടിലേക്ക് പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ രാത്രിയായത് സംബന്ധത്തിന് പോവുക. അപ്പോൾ അതിനൊരു ജിയോഗ്രാഫിക്കൽ ബേസിസ് ഉണ്ട്, അതില്ലാണ്ട് പറ്റില്ല. ഇനി ഒരു ഇപ്പോൾ നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ പണ്ടത്തെ നമ്പൂതിരിമാരും ആ ഒരു എന്താ പറയുക, പാർട്ട്ണറെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പാർട്ട്ണറെ ഉപേക്ഷിക്കാനുള്ള ഒരു അധികാരമൊക്കെ പെൺവഴി തമ്പുരാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു എന്ന് പറയണം. വാസ്തവത്തിലൊക്കെ തീരുമാനിച്ചിരുന്നത് പുരുഷന്മാരില്ലേ? പിന്നെ പോളിഗാമി പോലെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ തന്നെ. അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ല ഒരു സ്ത്രീക്ക് ഫാമിലിയിലത്തെ മക്കളുണ്ടാവാൻ കുറച്ച് താമസമായിരുന്നു. അപ്പോൾ പഴയ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ പുതിയൊരു നമ്പൂതിരിയെ കൊണ്ടുവന്നിട്ട് സംബന്ധം തുടങ്ങിയിട്ടു.
ആ നമ്പൂരിയുടെ കുഴപ്പമാണോ എന്നുള്ള വിചാരം കൊണ്ടാണ്. അതൊരു പോളിഗമി അല്ലേ? രണ്ടുപേർക്കും യാതൊരു വിശ്വാസമില്ല, അങ്ങോട്ട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ, യാതൊരു വിരോധമില്ല. അപ്പോൾ രണ്ട് നമ്പൂരിമാർ ഒരുമിച്ച് ഭർത്താവായിട്ട് ഒരേ കാലത്തുണ്ടാവാം. അത് മക്കത്തായത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തതാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ ഈ നമ്പൂതിരിമാരുടെ ഇടയിലുള്ള ആ സിസ്റ്റം, മൂത്താൾ മാത്രം വേലി കഴിക്കുക, പിന്നെയുള്ളവരുടെ എല്ലാവരും സംബന്ധം, അതെങ്ങനെയാണ് കേരളത്തിൽ വന്നത്? ഒരു കേരളത്തിൽ വന്നതല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്പൂതിരിമാർ മാത്രം അത് ഉണ്ടാക്കിയതാണ് അവർക്ക് വേണ്ടിയിട്ട്. വിശദീകരിച്ചു പറഞ്ഞു. കേരളത്തിലെ നമ്പൂതിരിമാർക്ക് മറ്റുള്ളവർക്കേക്കാളും അധികം ഒരു സ്വായത്തതാബോധം ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തം നിയമങ്ങൾ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. പല എക്സാമ്പിൾസ് ഉണ്ട്. ഈ ഘോഷാ സമ്പ്രദായം, അവരുടെ സ്ത്രീകളുടെ ഘോഷാ സമ്പ്രദായം വേറെ ബ്രാഹ്മണരുടെ ഒന്നും ഇല്ലാത്തതാണ്. അന്തർജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്താ അതൊന്ന് പറയാമോ? ഘോഷാ സമ്പ്രദായം എന്താണെന്നുള്ള പുതിയ തലമുറയ്ക്ക് അറിയണ്ടാവില്ലേ? ഘോഷാ സമ്പ്രദായം എന്ന് വെച്ചാൽ മറകുട, എപ്പോഴും പോകുമ്പോൾ ഒരു സ്ത്രീ, നായർ സ്ത്രീ ഒരുമിച്ച് വേണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങൾ. പുരുഷന്മാരെ കാണാൻ തന്നെ പാടില്ല, മറ്റു പരപുരുഷന്മാരെ ഭർത്താവിനെ ഒഴിച്ച്. അപ്പോൾ ചുറ്റുമുള്ള മരുമക്കത്തായ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ഇതും അസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലാണ്ടിരിക്കാനാണ് ഈ അസ്വാതന്ത്ര്യം ഏർപ്പെടുത്തിയത്. അശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണം ധാരാളം നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ വളരെ ആധികാരികമായിട്ട് വരികയും ചെയ്യണു. അപ്പോൾ ഇത്രയും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം മരുമക്കത്തായത്തിനെ പറ്റിയിട്ട് നടന്നിട്ട് അതിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ പുസ്തകത്തിന്? ബാക്കിയുള്ളവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ടോ പുസ്തകം? അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. അവാർഡുകൾ അക്കാദമി, സാഹിത്യ അക്കാദമി അവാർഡ്, ബെസ്റ്റ് സ്റ്റഡി ഓഫ് ദ ഇയർ. ഇത് മലയാളത്തിൽ ചെയ്തതാണല്ലോ. അപ്പം അമ്മാവൻ ഇത്രയും കാലം മലയാളമായിട്ട് ഒരു ബന്ധമില്ലാന്ന് വെച്ചാൽ യു ആർ ടോട്ടലി കട്ട് ഓഫ് ഒരുമാതിരി. കേരളത്തിലല്ല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷ അതല്ല. എങ്ങനെയാണ് മലയാളമായിട്ട് ഇത്രയും ഒരു ഇത് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയത്? എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കിയില്ല? ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എന്താ കാര്യം? മരുമക്കത്തായത്തിനെ പറ്റി വേറെ ആർക്കാ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? മരുമക്കത്തായത്തിനെ പറ്റിയുള്ള സ്റ്റഡി ഇത്രയും ഓതൻറ്റിക്കായിട്ട് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ഒരു വൈഡർ ഓഡിയൻസിന് വേണ്ടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം അന്ന് ഡോക്ടർ ശങ്കരൻകുട്ടി നായർ പറയുകയുണ്ടായി. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളും വൈഡർ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് മരുമക്കത്തായതിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പലർക്കും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇന്നത്തെ സാഹചര്യം വെച്ചും ഈ ഫെമിനിസം അങ്ങനത്തെ ഇതിലുള്ള സാഹചര്യം വെച്ചും ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും.
അപ്പോൾ അത് ചെയ്യേണ്ടതാണ് ഒരു അഭിപ്രായം പറയാനായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്യാൻ തയ്യാറുണ്ടോ? അത് നോക്കാം. ഞാൻ തയ്യാറില്ല.